ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇത് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ മൈദ കുഴച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ കുഴച്ചെടുക്കും പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് വെള്ളം ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരണം. ഇപ്പോൾ ആ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് നേരം മൂടി വെക്കാം. അപ്പോൾ ഒന്ന് ചെറിയ ചൂട് ഉണ്ട് സമയത്ത് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ കൈക്ക് നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഈ സമയത്ത് നമുക്ക് കുറച്ച് ലൂസായിട്ടെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം. അതല്ല വെള്ളം കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലിട്ടിട്ട് നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം. അതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം. അത്ര നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കൂടുതൽ നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 250 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ചെറിയൊരു കീമ പോലെ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് ഒന്ന് കളർ ചേഞ്ച് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ്റെ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ 1/4 കപ്പ് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചിക്കൻ വേവിച്ചെടുക്കണം. ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മൈദൻ്റെ പച്ചമണം മാറുന്നവരെ 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി 2 മിനിറ്റിന് ശേഷം അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 3/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാലെല്ലാം ഒന്ന് നന്നായിട്ട് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കുഴച്ച് വെച്ച മൈദനെ നമുക്ക് പരത്തിയെടുക്കണം. നല്ലോണം തിന്നായിട്ടും പരത്തിയെടുക്കണ്ട, പിന്നെ നല്ല തിക്കായിട്ടും പരത്തിയെടുക്കണ്ട. അപ്പോൾ നല്ല ചപ്പാത്തിക്കെല്ലാം നമ്മൾ പരത്തുന്നില്ല, ആ ഉരിയിൽ പരത്തിയെടുത്താൽ മതി. തിന്നായിട്ട് പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും അത്. അപ്പോൾ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ മൂടിയെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ മൂടി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഫില്ലിങ് ഇതിലേക്ക് ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇതിനെ അട പോലെ ഇനി ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ അട പോലെ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം, പുറത്തൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ ഇതാ എല്ലാം അട പോലെ ചെയ്തെടുത്തിട്ടുണ്ട്, ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം ഇതുപോലെ. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാനെടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ ഫ്രീസ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഒരു 25 വരെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാക്കി ഞാൻ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അടിഭാഗം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഹാഫ് മൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.